ബസ് വെൽക്കം ബാക്ക് കർശന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ്. ഇന്നത്തെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഒത്തിരി ചിലവുകളുണ്ട്, അതനുസരിച്ചുള്ള പൈസ നിങ്ങളുടെ കയ്യിൽ ഇല്ല. വരവ് വളരെ കുറവാണ്, ചിലവ് വളരെ കൂടുതലുമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ നല്ല രീതിയിൽ ജീവിക്കണം, അതിനു വേണ്ടി പൈസ അത്യാവശ്യമാണ്, എങ്ങനെ പൈസ ഉണ്ടാക്കും ഞാൻ എന്നൊക്കെ ആലോചിച്ച് ദുഃഖിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം. നിങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ വളരെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തും കാര്യത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ പൈസ അവരിടും പോലെ ഇടേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നവും ഉണ്ട്. അതായത് സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ പൈസ ആവശ്യമാണ്. ചുറ്റിലുമുള്ളവർ നല്ല വെൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ വെൽ സെറ്റിൽഡായിട്ട് ജീവിക്കണമെങ്കിൽ പൈസ ആവശ്യമാണ്. ചിലവ് കൂടുന്നതല്ലാതെ പൈസയുടെ ആ ഒരു വരവ് കൂടുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ദുഃഖത്തിലാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിന്ന് ഓടിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എനിക്കത് പറ്റത്തില്ല, ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് ആ സിറ്റുവേഷനിൽ നിൽക്കണ്ട, അവിടെ നിന്ന് പുറത്ത് വന്നാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഇന്ന് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങളുടെ അതോറിറ്റിക് ഫിഗർ ആരാണോ അവർ ജോലി ഉപേക്ഷിക്കുകയാണ്, ഇല്ല എങ്കിൽ അവർക്ക് വേറെ എവിടെയെങ്കിലും മാറ്റം കിട്ടി, വേറെ ഓഫീസിലേക്ക് മാറ്റം കിട്ടി, ഇല്ല എങ്കിൽ അവരുടെ മേൽ എന്തോ ഒരു പ്രശ്നം വന്നതായിട്ട് അത് കാരണം അവർക്ക് ജോലിക്ക് വരാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ എന്തോ ഒരു ന്യൂസ് നിൽക്കുന്ന ദിവസം അതോറിറ്റിക് ഫിഗറിന് റിലേറ്റഡ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ബോസ് ആയിരിക്കാം ചിലപ്പോൾ. അത് ഇവിടെ ഓഫീസിലെ ബോസ് മാറുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് വിഷമമാവും. കാരണം ഇനി വരാൻ പോകുന്ന ബോസ് എങ്ങനെ ഉള്ളതായിരിക്കും, നിങ്ങളോട് ഇനി എങ്ങനെയായിരിക്കും പെരുമാറുന്നത്, അതൊക്കെ ആലോചിച്ച് നിങ്ങൾ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചും വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ദൂരെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ്, ഞാൻ എൻ്റെ പേഴ്സണിൽ നിന്ന് വളരെയധികം ദൂരെ മാറിപ്പോകുന്നുണ്ടല്ലോ എന്ന്. ഈ പോയ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഇൻട്രസ്റ്റ് അവരോട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ അവരെ ഒഴിവാക്കും പോലെ പെരുമാറുകയോ ഇല്ല എങ്കിൽ ആവശ്യമില്ലാതെ അവരോട് വഴക്കിടുകയോ ഒരു പോയിന്റ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോലും നിങ്ങൾ അവരോട് വഴക്കിടുന്നതായിട്ടുള്ള എനർജി കാണാൻ സാധിക്കുന്നു. ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വിഷമമുണ്ട് അവരോട് ആവശ്യമില്ലാതെ വഴക്കിടുന്നതിനും അവരെ ഇഗ്നോർ ചെയ്യുന്നതിനും. പക്ഷേ എന്തോ നിങ്ങൾ അങ്ങനെ പെരുമാറുന്നതാണ്, ഇന്നത്തെ ആ ഒരു എനർജി വൈസ് നിങ്ങൾ അങ്ങനെ പെരുമാറുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇന്ന് കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ന്യൂസ്, അതായത് ഇന്ന് നിങ്ങളുടെ കുട്ടികളുടെ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു എനർജിയിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന ആളാണ്, പൊളൈറ്റായിട്ടിരിക്കുന്ന ആളാണ്. പെട്ടെന്ന് സഡൻ ആയിട്ട് നിങ്ങൾക്ക് ദേഷ്യം വരികയും ആവശ്യമില്ലാതെ നിങ്ങൾ വഴക്കിടുകയും ചെയ്യുന്ന ആ ഒരു എനർജിയിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതലായിട്ടും മൗനവ്രതം, അതായത് ആരോടൊന്നും സംസാരിക്കാതെ സൈലൻസ് സോണിലിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒത്തിരി ചിന്തകൾ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഡൈവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള പോലെ ഒറ്റയ്ക്കിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജിയിൽ കുറച്ച് ഹെവിനെസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ എനർജിയിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശാന്തമാക്കി വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോഴും ഇന്ന് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ് കാണാൻ സാധിക്കുന്നത്, ഹെവിനെസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ട്രാപ്ഡ് സിറ്റുവേഷനിൽ സഫറിങ് അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇവരുടെ മൂഡും വളരെ മോശമായ അവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെയും ഇവരുടെയും ഇന്നത്തെ ദിവസം വളരെ മൂഡ് മോശമായ അവസ്ഥയിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഫാമിലിയിൽ വഴക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫാമിലി ഉള്ളവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒന്നുകിൽ എന്തെങ്കിലും കോടതി കേസ് സംബന്ധമായിട്ട് വഴക്കിടുക, അല്ലെങ്കിൽ പൈസയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് കാരണം നിങ്ങളുടെ ഫാമിലി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നതായിട്ടുള്ള ആ ഒരു എനർജി. അതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടിയോട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിലും സിറ്റുവേഷൻസ്
ബാലൻസ് ആകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇവർ തേർഡ് പാർട്ടിയോട് ഇന്നത്തെ ദിവസം സംസാരിക്കുന്നത്. കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര തിടുക്കത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനായിട്ട്. എന്തോ ഒരു കാര്യം നിങ്ങളോട് ഇവർക്ക് പറയണം, അതിൻ്റെ ആ ഒരു തിടുക്കമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഗുഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് കുഞ്ഞുങ്ങൾ, പുതിയ ഒരു ന്യൂ ബേബിയുടെ ആഗമനം ഉണ്ടായി എന്നുള്ള ഗുഡ് ന്യൂസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ ഇന്നത്തെ ദിവസം ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഒരു ന്യൂസ് നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് കരിയറിൽ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിട്ടാണ് ഇവർക്ക് പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം ട്രാവലിങ്ങിൻ്റെ ആ ഒരു എനർജി, ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ട്രാവലിംഗ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ നിങ്ങളുടെ അപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കുറച്ച് നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കാണ് കുറച്ച് കൂടുതൽ ഹെവിനെസ് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടുപേരുടെ എനർജി വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.